Good morning, children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ HCFും LCMും എല്ലാം ചെയ്യാൻ പഠിച്ചു അല്ലേ? ഇനി നമ്മളുടെ മാത്സിലെ തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ എന്താ പറയുക? ലെങ്ത്. എന്താ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് എല്ലാത്തിനും എന്താ ചെയ്യും? നമ്മൾ നീളവും വീതിയും നമ്മുടെ ഡ്രസ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും നമ്മൾ അതിന്റെ നീളവും വീതിയും ഒക്കെ നോക്കും അല്ലേ? ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ നീളം നോക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യും? അതിനെന്താണ് നമുക്ക് ആവശ്യം? ഒരു സ്കെയിലാണ് അല്ലേ? സ്കെയിൽ ഇത് ഇവിടെ ടീച്ചർ ഇപ്പൊ ഒരു സ്കെയില് കാണിച്ചിട്ടുണ്ട്. ഇത് എത്ര സെന്റിമീറ്റർ ആണെന്നറിയോ? ഈ സ്കെയില് 15 സെന്റിമീറ്ററിന്റെയാണ് നമ്മൾ ഈ കുഞ്ഞ് സ്കെയിൽ എന്ന് പറയുന്നത്. എത്ര സെന്റിമീറ്റർ ആണ്? 15 സെന്റിമീറ്ററിന്റെയാണ് നമ്മളുടെ ഈ കുഞ്ഞ് സ്കെയില്. വേറെ ഇതിന്റെ ലെങ്ത് കൂടിയതുണ്ട് 30 സെന്റിമീറ്റർ ഉണ്ട്. വലിയ സ്കെയിലില്ലേ, അത് 30 സെന്റിമീറ്ററാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിന്റെ ലെങ്ത് കാണാൻ നമ്മൾ ടീച്ചർ എവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇങ്ങനെ. ഈ പോയിന്റിന് A എന്ന് കൊടുക്കുന്നു, ഈ പോയിന്റിന് B എന്ന് കൊടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ലെങ്ത്, ഇതിന്റെ നീളം എന്ന് പറയാൻ നമ്മൾ ഇങ്ങനെ സ്കെയിലിൽ വെച്ചിട്ട് 0 ഈ പോയിന്റിന്റെ അവിടെ എന്ത് വെക്കണം? 0 വെക്കുക. അപ്പൊ ഇത് ഇത്രയും എത്തിയപ്പോ 15 ആയി. 15ൽ നിന്ന് പിന്നെയും 0 വെച്ച് കഴിഞ്ഞു. അപ്പൊ എത്രയായി? 15ഉം 6ഉം അപ്പൊ എത്രയായി? 21. അപ്പൊ ഇത് ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 21 സെന്റിമീറ്റർ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ എല്ലാം ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറയണ ഒരു 8 സെന്റിമീറ്ററിന്റെ ഒരു ഇത് വരയ്ക്കാൻ, ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സ്കെയിൽ എടുക്കുക. എന്നിട്ട് 0യിൽ നിന്നും 8 വരയ്ക്ക്. 0യിൽ നിന്ന് എത്ര വരയ്ക്ക് വെക്കണം? 8 വരെയുള്ള ലൈൻ വരയ്ക്കുക. അപ്പൊ ദേ ഇങ്ങനെ വരയ്ക്കുക. 0 എന്ന് തുടങ്ങി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായി? അതിന് നമ്മൾക്ക് ഇഷ്ടമുള്ള പേര് ഞാനിവിടെ എയും ബിയും കൊടുത്തു, ഇവിടെ കൊടുക്കുന്നത് ഞാൻ സിയും ഡിയും, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു നമ്പേഴ്സ് കൊടുക്കുക. അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്ററിന്റെ എന്താണ് ഒരു ലൈനാണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എല്ലാത്തിന്റെയും ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഈ ലെങ്ത് വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. സെന്റിമീറ്ററിന്റെ മീറ്ററിലേക്കും മീറ്ററിന്റെ സെന്റിമീറ്ററിലേക്കും അതുപോലെ മില്ലിമീറ്റർ എന്തൊക്കെയാണെന്നും എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ നമ്മൾ ഈ സ്കെയിൽ എടുക്കുമ്പോ ഇതില് 1 2 3 എന്നൊക്കെ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണും അല്ലേ? 1 2 3. പക്ഷെ ആ 1 ടീച്ചർ ഒരു സ്കെയിലിന്റെ ഒരു മോഡൽ വരയ്ക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇത് 0 1 2 3 4 ഇങ്ങനെ വയ്ക്കുന്നു. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നറിയോ? കുഞ്ഞു വേറൊരു ലൈൻ ഉണ്ടാവും. ഇങ്ങനെ കുഞ്ഞു വേറെ ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള 10 എണ്ണം. ഇപ്പൊ ഇവിടേക്ക് എത്താണ്? ഇതിപ്പോ ടീച്ചർ 1 എന്ന് വരച്ചില്ലേ? ഈ 1ലേക്ക് ഇവിടെ നിന്ന് എത്രയാണോ? 1 2 3 4 5 6 7 8 9 10 കുഞ്ഞു ലൈൻ ഉണ്ടാവും. ആ കുഞ്ഞ് ലൈൻ എന്താന്ന് പറയണേ? മില്ലിമീറ്റർ. മൊത്തം ഇതിന് ഇത് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ ആണ്. ഇത് വരുമ്പോ 2 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ആ സ്മോൾ ലൈൻസിനെ എന്താ പറയും? മില്ലിമീറ്റർ. അങ്ങനെയുള്ള 10 മില്ലിമീറ്റർ ചേർന്നാലാണ് എന്താവുന്നത് അറിയോ? ഒരു സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്ലിമീറ്റർ ചേർന്നാൽ എത്രയാവും? ഒരു സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ആവും. ഇനി ഇതേപോലെ 100 സെന്റിമീറ്റർ ചേർന്നാൽ എത്രയാവും അറിയോ? ഒരു മീറ്റർ ആവും. എത്രയാണ്? 100 സെന്റിമീറ്റർ ചേർന്നാൽ ഒരു മീറ്റർ ആവും. 10 മില്ലിമീറ്റർ ചേർന്നാൽ ഒരു സെന്റിമീറ്റർ ആവും. അതേപോലെ 100 സെന്റിമീറ്റർ ചേർന്നാൽ എത്രയാവും? ഒരു മീറ്റർ ആവും. ഇനി 1000 മീറ്റർ ചേർന്നാൽ എത്രയാണെന്നറിയോ? ഒരു കിലോമീറ്റർ. എത്രയാണ്? ഒരു കിലോമീറ്റർ. മനസ്സിലായോ? നമ്മളെ റോഡിന്റെ ഒക്കെ പറയില്ലേ എത്ര കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു എന്നൊക്കെ പറയില്ലേ? അത് ഈ 1000 മീറ്റർ സഞ്ചരിച്ചാലാണ് 1 കിലോമീറ്റർ ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം, ഓർത്ത് വെക്കുക തന്നെ വേണം. അടുത്ത പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ എന്താണ്? 10 millimeter is equal to
1 centimeter. 100 centimeter is equal to 1 meter. 1000 meter is equal to 1 kilometer. ഇത് എന്തായാലും നിങ്ങൾ ഇത് മറക്കാതെ പഠിക്കണം. ഇനി ഇതിനെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾക്ക് വരുന്നത്. ഇതിന് ഇനി എങ്ങനെയൊക്കെ പഠിക്കാൻ അറിയോ? ഈ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാനും സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനും മീറ്ററിനെ കിലോമീറ്ററിലേക്ക് ആക്കാനും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇത് ആദ്യം നിങ്ങൾ നന്നായി ബൈ ഹാർട്ട് ചെയ്യണം. എന്നതിന് ശേഷം ഇനി പറയുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാട്ടോ. ഇനി അടുത്ത ഇത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് നോക്കാം. എന്ത് ചെയ്യണം? സെന്റിമീറ്ററിനെ നമ്മൾക്ക് മില്ലിമീറ്ററിലേക്ക് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? കൺവേർട്ട്. എന്താണ്? സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക്. ഫസ്റ്റ് എന്താണ്? സെന്റിമീറ്ററിനെ എങ്ങനെയാണ് മില്ലിമീറ്ററിലേക്ക് ചെയ്യാതെ അതിനെന്ത് ചെയ്യണം അറിയോ? ഇതിനെ സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഈ സെന്റിമീറ്ററിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ബൈ 10. എത്ര കൊണ്ട് ഇൻഡു ചെയ്യണം? മൾട്ടിപ്പിൾ ബൈ 10. എത്ര കൊണ്ട് ഇൻഡു ചെയ്യണം? 10 കൊണ്ട് ഇൻഡു ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ കൺവേർട്ട് 8 സെന്റിമീറ്റർ ടു മില്ലിമീറ്റർ. 8 സെന്റിമീറ്റർ നമ്മൾക്ക് എന്ത് ചെയ്യണം? മില്ലിമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. മൾട്ടിപ്പിൾ ബൈ 10 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിലേതാണ് ഈ സെന്റിമീറ്റർ? 8 into 10 എത്രയാണ്? 80 മില്ലിമീറ്റർ. മനസ്സിലായോ? അപ്പൊ നമ്മള് സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ബൈ 10. 10 കൊണ്ട് ഇൻഡു ചെയ്യണം. ആ 10 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ നമ്മൾ മില്ലിമീറ്റർ ആക്കുമ്പോൾ എന്ത് ചെയ്യും? 8 into 10 is equal to 80 millimeter. ഇതുപോലെ ഇനി അടുത്തത് വരുന്നുണ്ട്. മില്ലിമീറ്ററിനെ എന്ത് ചെയ്യണം? മില്ലിമീറ്ററെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യില്ല, കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് മില്ലിമീറ്റർ ടു സെന്റിമീറ്റർ. മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10. ഡിവൈഡ് ബൈ നമ്മൾ വേറെതിൽ എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ആണ് ചെയ്തത്. ഇതെന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 10. അപ്പൊ ഞാൻ പറയണം, ഇവിടെ ഒരു 30 millimeter കൺവേർട്ട് ടു സെന്റിമീറ്റർ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 30 millimeter അല്ലേ? അപ്പൊ 30 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടി? 3 സെന്റിമീറ്റർ. മനസ്സിലായി? 30 millimeter എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അതാണ് സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. 10 കൊണ്ട് ഇൻഡു ചെയ്യണം. മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഈ പറയുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് കൺവേർട്ട് എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ബൈ 1000. എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം? 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യണം. ഒരു എക്സാമ്പിൾ, കൺവേർട്ട് 8 കിലോമീറ്റർ ടു മീറ്റർ. 8 കിലോമീറ്റർ നമ്മൾക്ക് എന്താക്കണം? മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 8 into 1000 എത്ര കിട്ടും? 8000 മീറ്റർ. മനസ്സിലായോ? ഇതിനെന്ത് ചെയ്യണം? 1000 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്രയാണ്? 8 കിലോമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാൻ 8 into 1000 is equal to 8000 മീറ്റർ. മനസ്സിലായോ? ഇനി ഇതേപോലെ നമ്മൾക്ക് എന്ത് ചെയ്യണം? മീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? മീറ്ററിനെ
കിലോമീറ്ററിലേക്ക് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക്, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. കൺവേർട്ട് മീറ്റർ ടു കിലോമീറ്റർ. അതിനെന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 1000 കൊണ്ട് എന്ത് ചെയ്യണം, നമ്മള് ഡിവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം, കൺവേർട്ട് 8000 മീറ്റർ ടു കിലോമീറ്റർ. അപ്പൊ എങ്ങനെയാണ് 8000 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ ഈ സീറോസും ഒക്കെ കട്ട് ചെയ്തു പോയി. ബാലൻസ് ഇവിടെ എത്രയായി, 8 അല്ലേ? അപ്പം 8 കിലോമീറ്റർ. മനസ്സിലായോ? ഇപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഈ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമ്മൾ കിലോമീറ്റർ എത്രയാണ്, എത്ര മീറ്റർ ചേർന്നാലാണ് കിലോമീറ്റർ ആകുന്നത്, എത്ര സെന്റിമീറ്റർ ചേർന്നാലാണ് മീറ്റർ ആവുന്നതും, എത്ര മില്ലിമീറ്റർ ചേർന്നാലാണ് സെന്റിമീറ്റർ ആകുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല പോലെ ബൈ ഹാർട്ട് ചെയ്തു വെക്കണം. മനസ്സിലായോ? ഇനി ഇതിൽ നമ്മൾക്ക് അടുത്തത് ഒന്നുകൂടെ പഠിക്കാനുണ്ട്. അതോടുകൂടി ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിൾ ആണ് ഈ ഫോർമുലാസ്, ഈ പറഞ്ഞ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് കഴിയും. എന്താണോ, ഒരു ടീച്ചർ ഇവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 3 സെന്റിമീറ്റർ എന്ന് പറയുന്നു. ഇതിന്റെ ഇതൊരു 6 സെന്റിമീറ്റർ ഉണ്ടാന്ന് വെക്കാം. ഇതും 3 സെന്റിമീറ്റർ ആണ്. ഇത് 6 സെന്റിമീറ്റർ ആണ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു റെക്ടാങ്കിൾ ടീച്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പെരിമീറ്റർ, ചുറ്റളവ്, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് കാണണം. പെരിമീറ്റർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ? ആ 3 സെന്റിമീറ്റർ പ്ലസ് 6 സെന്റിമീറ്റർ പ്ലസ് ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ഉണ്ട് പ്ലസ് പിന്നെ ഇവിടെ ഒരു 6 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ? ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ 3 + 6 എത്രയാണ്? 9 അല്ലേ? 9 + 3 എത്രയാണ്? 12. 12 + 6 എത്രയാണ്? 18. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പെരിമീറ്റർ എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 18 സെന്റിമീറ്റർ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് പോകണം. മനസ്സിലായോ? അതാണ് ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ഇതും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യും. ഇതൊക്കെ പഠിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, 10 millimeter = 1 centimeter. അതേപോലെ എന്താണ്, 100 centimeter = 1 meter. 1000 meter = 1 kilometer. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്കും എന്നുള്ളത് കൺവേർട്ട് ചെയ്യുന്ന ആ ഫോർമുല മൾട്ടിപ്പിൾ ചെയ്യാനുള്ളവരെ മൾട്ടിപ്പിൾ ചെയ്യണം, ഡിവൈഡ് ചെയ്യാനുള്ളത് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഓക്കെ.